ഹലോ, എല്ലാവർക്കും മാസ്റ്റർ ഓഫ് ആർട്സിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വരയ്ക്കാൻ ബിഗിനിങ് ആയിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും എന്തൊക്കെ സാധനങ്ങൾ വെച്ച് എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രൊഫഷണൽ രീതിയിൽ വരയ്ക്കാവുന്നും ഈ തുടക്കക്കാർക്ക് ഇതൊന്നും അറിയില്ല, ഇത് എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ആർക്കും അറിയില്ല. അന്നേരം നമ്മൾ ഇത് എന്തൊക്കെയാണെന്നും ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞിരുന്ന ഒരു വീഡിയോ ആണിത്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അന്നേരം വീഡിയോയിലേക്ക്. ആദ്യമായി നമുക്ക് മെക്കാനിക്കൽ പെൻസിലിനെ പരിചയപ്പെടാം. അന്നേരം മെക്കാനിക്കൽ പെൻസിൽ എന്ന് വെച്ചാൽ പണ്ടത്തെ പേന പെൻസിലില്ലേ, ആ സെയിം ടൈപ്പ് തന്നെ ഇങ്ങനെ മൊന ഞെക്കുന്നതനുസരിച്ച് വരുന്ന ഒരു പെൻസിലാണ്. ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് നൈസായിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പെൻസിലും കിട്ടും. പെൻസില് ചിലതിന്റെ കൂടെ കിട്ടും. ഞാൻ ക്യാമലിന്റെ ആണ് ഉപയോഗിക്കുന്നത്. ക്യാമലിന്റെ കൂടെ ഒരെണ്ണം കിട്ടും. ഇതിന്റെ തന്നെ പല എംഎമ്മുകൾ കിട്ടും. പല എംഎമ്മുകൾ എന്ന് വെച്ചാൽ ഈ എംഎമ്മുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് കട്ടി കൂടും. അതാണ് ഈ മെക്കാനിക്കൽ പെൻസിലിന്റെ പ്രത്യേകത. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ നമുക്ക് മോണോ ഇറേസർ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണുകൾ വരയ്ക്കുമ്പോഴായാലും മൈന്യൂട്ടായിട്ടുള്ള ഓരോ ഏരിയകൾ നമുക്ക് സാധാ ഇറേസർ കൊണ്ട് മായ്ക്കാൻ പറ്റില്ല. അന്നേരം ഈ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് മായ്ക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഇതിന്റെ കൂടെ നമ്മൾ മേടിക്കേണ്ടതാണ് ഇതിന്റെ ഒരു ഇറേസർ. ഈ ഇറേസർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരെണ്ണത്തിനകത്ത് 3 എണ്ണമാണ് കാണുന്നത്. അന്നേരം ഇതും മേടിച്ചാൽ നിങ്ങൾക്ക് നൈസായിട്ട് ഓരോ ഭാഗങ്ങളും മായ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമ്മൾ പരിചയപ്പെടേണ്ടതാണ് ബ്ലെൻഡിങ് സ്റ്റെമ്പ്. ബ്ലെൻഡിങ് സ്റ്റെമ്പ് എന്ന് വെച്ചാൽ നമ്മൾ എവിടൊക്കെയാണോ ഏത് രീതിയിലാണോ ബ്ലെൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് നമ്മൾ വരച്ചിട്ട അത് ബ്ലെൻഡ് ആക്കുക. അത് ബ്ലെൻഡ് ചെയ്ത് എന്ന് വെച്ചാൽ ലയിപ്പിക്കുക. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ പെൻസിൽ തന്നെ പലതരം ഉണ്ട്. അതിനകത്ത് തന്നെ വെറൈറ്റിയാണ് ചാർക്കോളും ഈ പെൻസിലും. ഇതിന്റെ തന്നെ ഏറ്റവും ഒരുപെട്ട നല്ല നമ്മളെ പോലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആർട്ട് ലൈൻ പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചാർക്കോൾ മേടിക്കണമെന്ന് വലിയ കാര്യമൊന്നുമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെൻസിൽ മേടിക്കുക. ഈ പെൻസിലിനകത്ത് തന്നെ ഇത് 4B, 5B, 6B, 10B, ഇത് 12 വരെ ഉണ്ട്. അന്നേരം ഇതിന്റെ തന്നെ അകത്തോട്ട് 9B, 5B, 6B, 2B എന്നൊക്കെ കിട്ടും. ഞാൻ ഇത്രയും ടൈപ്പേ ഉപയോഗിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇതിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അന്നേരം ഇത് ഇത്രയും ഈ 12Bയും 6Bയും 5B ഒക്കെ വേണം, 10B ഒക്കെ വേണം. അന്നേരം മാക്സിമം നിങ്ങൾ അതൊക്കെ ഒന്ന് മേടിക്കുക. അന്നേരം ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. അന്നേരം നമുക്ക് പെൻസിലിന്റെ ഷെയ്ഡിങ് നോക്കാം. ഇത് 4B ആണ്. 4B എങ്ങനെയാണെന്ന് വെച്ച് ഇത് കണ്ടോണേ. ഇത് കണ്ടോ, ഇത്രയും ലൈറ്റേ വരത്തുള്ളൂ. നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എത്ര കടുപ്പിച്ച് പിടിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു ഷെയ്ഡിന് അപ്പുറത്തോട്ട് ഇത് വരത്തില്ല. ഇതുപോലെ തന്നെയാണ് ഇത് 5B.
സ്റ്റെമ്പ് എന്തുവെന്ന് മനസ്സിലാക്കാം. ബ്ലെൻഡിങ് സ്റ്റെമ്പ് എന്ന് വെച്ചതാണ്ട് ഇത് കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ആയി കൊടുക്കുന്നുണ്ടോ. ഇതിപ്പോ ബ്ലെൻഡ് ആവും. ഈ വരച്ച ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അതങ്ങ് ബ്ലെൻഡ് ആവും. ബ്ലെൻഡിങ്, ഇതാണ് ബ്ലെൻഡിങ് സ്റ്റെമ്പ്. ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം, ഇതെങ്ങനെ ഉണ്ടാക്കാവുന്നുള്ളത്. എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ടേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ഈ കടകളൊന്നും ഇല്ലല്ലോ. അന്നേരം ഇതിനൊരു പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ ടേബിൾ ഇടുന്ന ഇതുണ്ടല്ലോ, ഒരു ഉണ്ടൊക്കെ കല്യാണ വീട്ടിൽ ഇടുന്ന ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബ്ലെൻഡിങ് സ്റ്റെമ്പ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ബ്ലെൻഡ് ആക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വരയ്ക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങൾ. അന്നേരം ആദ്യമേ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആ ഒരു നല്ലത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇത് ഇന്നത് ഭാഗങ്ങൾ നമുക്ക് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വരയും അടുക്കും. അന്നേരം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഭാഗങ്ങൾ ഇതുകൊണ്ടുള്ള റെഡിയാവുന്ന ഇതൊക്കെ റെഡിയാവുമ്പോൾ നമുക്ക് ഇതിനൂടെ ആശ്വാസമാണ്. നമ്മളിത് വരച്ച് പിന്നെ മുന്നോട്ട് നമ്മൾ വരയ്ക്കും. അന്നേരം ഇതൊക്കെ ഒന്നും മേടിക്കാൻ നോക്കുക. ഇതൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഈ ഒരു മോണോ ഇറേസർ എന്ന് വെച്ചാൽ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഇതിന് ഇത്തിരി വില കൂടുതലാണ്. പെൻസിലിനൊക്കെ ഒരു മിനിമം ഒരു 10-15 ആ റേഞ്ചിനൊക്കെ പോകത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ ഇത്തിരി വില കൂടുതലാണ്. അന്നേരം ഇതിന്റെ എല്ലാം ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണം, തുടക്കക്കാർക്ക് ഇത് അറിയില്ല എന്തുവാണെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഷെയ്ഡിങ് അറിഞ്ഞുകൂടാന്നും ഒക്കെ എന്റെ പഴയ വീഡിയോയിലെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ഓരോരുത്തർ വരച്ചിട്ട് നമുക്ക് ഇട്ട് തന്നിട്ട് പറയും എനിക്ക് വരയ്ക്കാൻ പറ്റി, പക്ഷെ ഇതെനിക്ക് അത്രയും റെഡി ആവുന്നില്ല. അന്നേരം അതിനൊക്കെ വലിയൊരു ആശ്വാസമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷെയ്ഡ് ചെയ്യാൻ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഓരോ ഭാഗങ്ങൾ കണ്ണും മൂക്കും എങ്ങനെ വരച്ച് അതെങ്ങനെ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.